നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാർസ് ആൻഡ് സോളാർ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പോൾ സ്റ്റാർ ആണ്. പോൾ സ്റ്റാർ is a visible star, preferably a prominent one, that is approximately aligned with the Earth's axis of rotation. That is, a star whose apparent position is close to one of the celestial poles and which lies approximately directly overhead when viewed from the Earth's north pole or south pole. ഇതാണ് നമ്മൾ പോൾ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയ ഒരു സ്റ്റാറാണ്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റാറാണ് പോൾ സ്റ്റാർ. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി അലൈൻഡ് വിത്ത് ദി എർത്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നമുക്ക് ഭൂമിക്കൊരു സാങ്കല്പിക അച്ചുതണ്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഗ്ലോബൊക്കെ കാണുമ്പോൾ കണ്ടില്ല, ഗ്ലോബിൻ്റെ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ഒരു കമ്പി ഉണ്ടാവും, രണ്ട് എൻഡിലും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗം. അപ്പോൾ അതിന് നേരായിട്ട് അലൈൻ ചെയ്തിട്ടുള്ള, അതായത് ഭൂമിക്ക് നമ്മൾ അങ്ങനെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന് അലൈൻഡ് ആയിട്ട്, അതിന് നേരായിട്ടാണ് ഈ സ്റ്റാർ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അപ്പാരൻ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സെലസ്ട്രിയൽ പോൾസിനോട് ക്ലോസ് ആയിട്ട് വരിക. ഭൂമിയുടെ പോളിൽ നിന്ന്, പോളിലാണല്ലോ നമ്മൾ ഇതുണ്ടാവുക, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടാവുക. അപ്പോൾ അതിന് നേരായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. അപ്പോൾ ഒരാൾ പോളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നേരെ തലക്ക് മുകളിൽ ഈ സ്റ്റാറിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിൽ നിന്നും ഒരേപോലെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റില്ലായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. മറ്റ് സ്റ്റാറുകളൊക്കെ മൂവിങ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഇതൊരു സ്റ്റിൽ സ്റ്റാറായിട്ട് നമുക്ക് മൂവ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, പോൾ സ്റ്റാർ എന്ന് പറയുന്ന സ്റ്റാറിൻ്റെ പ്രത്യേകതകൾ. അപ്പം ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യം എന്തെന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ വെച്ചിട്ടാണ് ദിശ നിർണ്ണയിക്കുക ചെയ്യുക. കടലിലൊക്കെ പോകുന്ന ആളുകൾ അവരേത് ദിശയിലാണ് മൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇതേപോലുള്ള സ്റ്റാറിൻ്റെയൊക്കെ സഹായത്തോടു കൂടെയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റലേഷൻസിനെ കുറിച്ചാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കോൺസ്റ്റലേഷൻസ് എന്നുള്ളത്. കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ്. ഒരു റെക്കഗ്നൈസബിൾ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് ഒക്കെ നമ്മൾ ഓരോ കൊടുക്കുന്ന കുറച്ച് സ്റ്റാറുകൾ. ചൈനീസ് ഇതിലൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ വേണ്ടി കഴിയും. അതേപോലെ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മളെ ഹിന്ദു മിത്തോളജിയിലും ഇതേപോലെ കോൺസ്റ്റലേഷൻസ് ഉണ്ട്. സ്റ്റാറുകൾക്ക് ഒരു പ്രത്യേക രൂപമൊക്കെ സങ്കല്പിച്ചിട്ട് ചില പ്രത്യേക പൊസിഷനുകൾ സങ്കല്പിച്ചിട്ട് ആ സ്റ്റാറിന് ആ പൊസിഷനിൽ, ഇപ്പോൾ നമ്മൾ പറയാറില്ലേ നക്ഷത്രം, ഓരോരുത്തർ ജനിക്കുമ്പോൾ ഒരു നക്ഷത്രം ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതേപോലുള്ള കുറേ കൺസെപ്റ്റുകൾ കൂടി ചേർന്നതാണ്. ശരിക്കും മിത്തോളജിയാണ്. അതോടൊപ്പം തന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ആസ്ട്രോളജറൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവർ ഈ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് നക്ഷത്രങ്ങളെ പൊസിഷനൊക്കെ നോക്കിയിട്ട് നമ്മളെ ഭാവി ഇതൊക്കെ പറയുന്ന ടീമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേപോലുള്ള ഇതിനൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതൊക്കെ ഇതേപോലുള്ള കോൺസ്റ്റലേഷൻസ് ഒക്കെയാണ്. Constellations are group of stars that forms a recognizable shape. ഒരു റെക്കഗ്നൈസബിൾ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഷേപ്പ് കൊടുക്കാൻ പറ്റിയ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻസ് എന്ന് വിളിക്കുന്നത്. പുരാതന കാലത്തുള്ള ആളുകളാണ് ഈ കോൺസ്റ്റലേഷൻസിനൊക്കെ പേര് കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്ത കൾച്ചറുകൾ, വ്യത്യസ്ത നാടുകളിൽ, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഷേപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് വ്യത്യസ്തമായ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം കാണുകയാണെങ്കിൽ നമ്മളതിന് ഒരു ഷേപ്പ് നമ്മളെ മനസ്സിൽ സങ്കല്പിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ട് നമ്മൾ പറയാറില്ലേ, ഒരു പ്രത്യേക രൂപങ്ങളൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ വരും. അത് നമ്മൾ എന്തിനോടാണോ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് അതാണ് നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. പുതിയൊരു സാധനം കാണുമ്പോൾ നമ്മളതിന് പേര് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളതിന് മനസ്സിലാക്കുന്നത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയ സാധനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വ്യത്യസ്ത കൾച്ചറുകൾ, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ വ്യത്യസ്ത തരത്തിലാണ് ഈ നക്ഷത്രങ്ങൾ കൂട്ടങ്ങൾക്ക് രൂപങ്ങൾ സങ്കല്പിച്ചതും അവർക്ക് പേര് നൽകിയിട്ടുള്ളതൊക്കെ. നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള കോൺസ്റ്റലേഷൻസ് പ്രധാനമായിട്ട് ഗ്രീക്ക് റോമൻ മിത്തോളജിയിൽ നിന്നുള്ള ആ ഗ്രീക്ക് റോമൻ ആളുകളാണ് പേര് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് അവരുടെ മിത്തോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളാണുള്ളത്. അവരുടെ ദേവന്മാരുടെയും ദേവിമാരുടെയും
ഒക്കെ പേരുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രൂപകൽപ്പനകളൊക്കെയാണ് അവരിതിന് കൊടുത്തിട്ടുള്ളത്. അതേസമയം സദേൺ ഹെമിസ്ഫിയർ കോൺസ്റ്റലേഷൻസ് പിന്നെ പ്രധാനമായിട്ട് പേര് വെക്കപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ഒബ്ജക്റ്റ്, ആനിമൽസിനൊക്കെ വെച്ചിട്ടാണ്. അത് കണ്ടെത്തിയ ആളുകൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ മൃഗങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റുകൾ, ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടാണ് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 1400 to 1700 AD 1400-നും 1700-നും ഇടയിലാണ് ഈ കോൺസ്റ്റലേഷൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനൊക്കെ പേര് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ മൃഗങ്ങളായിരിക്കും, പലതരത്തിലുള്ള മൃഗങ്ങൾ, സിംഹമോ അല്ലെങ്കിൽ വല്ല പക്ഷികളോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ രൂപത്തിലായിരിക്കും അവർ പേര് കൊടുത്തിട്ടുണ്ടാവുക. അതേസമയം ഗ്രീക്ക് റോമൻ മിത്തോളജിയാണ് ഫുള്ള് ദേവന്മാരുടെയും ദേവിമാരുടെയൊക്കെ പേരുകളായിരിക്കും. ഇന്ത്യയിലും പല സ്റ്റാർസും സോളാർ കോൺസ്റ്റലേഷൻസിനും പേര് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വഴിയെ കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രൂപം സങ്കല്പിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ രൂപം കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ചില പ്രധാനപ്പെട്ട കോൺസ്റ്റലേഷൻസ് ആണ്. ഒന്ന് ഉർസ മേജർ. ഉർസ മേജറിന് ബിഗ് ഡിപ്പർ, ഗ്രേറ്റ് ബിയർ, സപ്തർഷി എന്നൊക്കെ പേരുണ്ട്. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലുള്ള പേരുകളാണ്. സപ്തർഷി എന്നുള്ളത് ഇന്ത്യൻ മിത്തോളജിയുമായി ബന്ധപ്പെട്ട് വന്ന പേരാണ്. ഉർസ മേജറിന് ഇന്ത്യൻ മിത്തോളജിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഗ്രേറ്റ് ബിയർ ആണെങ്കിൽ ചൈനീസ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനം. ബിഗ് ഡിപ്പർ ഒക്കെ. ഒറിയന് ഹണ്ടർ എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട്. കാസിയോപ്പിയ, ലിയോ മേജർ. ഫസ്റ്റ് ഉർസ മേജർ ആണ് നമ്മൾ നോക്കുന്നത്. ഉർസ മേജർ ഇപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ചിത്രത്തിൽ കാണുന്ന ആ ഒരു സാധനമാണ് ഉർസ മേജർ എന്ന് പറയുന്നത്. 7 സ്റ്റാറുകളുടെ ഒരു കൂട്ടാണ്. ഇനി ആ സ്റ്റാറിന് ഓരോ മിത്തോളജിയിലും അവർ സങ്കല്പിച്ചിട്ടുള്ള രൂപം അനുസരിച്ച് അവർ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനെ സാധാരണ കാണാറ് സമ്മർ ടൈമിലാണ്. ഏർലി പാർട്ട് ഓഫ് ദി നൈറ്റ്, രാത്രിയുടെ തുടക്കത്തിൽ നമുക്ക് സമ്മർ സീസണിൽ ആകാശത്ത് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളാണ് ഇവ. 7 പ്രൊമിനൻ്റ് സ്റ്റാറാണ്. അതോടൊപ്പം അത്ര പ്രൊമിനൻ്റ് അല്ലാത്ത കുറേ സ്റ്റാറുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പിയേഴ്സ് ലൈക്ക് എ ബിഗ് ലാഡിൽ ഓർ എ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിങ്ങൾക്ക് അതിനെ സങ്കല്പിക്കാം അല്ലേ. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതുപോലെ അതിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ ഒരു പാത്രം പോലെ. 3 stars in the handle and 4 in its bowl. ഒരു പാത്രം പോലെ നിങ്ങൾക്ക് അതിനെ സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും സ്റ്റാറുകളെ നമുക്ക് ഈ രീതിയിലൊക്കെ സങ്കല്പിച്ചു വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഈ സ്റ്റാർ ഇപ്പോൾ ഇങ്ങനെ ഒരു പാത്രം പോലെ നമുക്ക് സങ്കല്പിക്കാം. അല്ലെങ്കിൽ ഇതിനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നമുക്ക് സങ്കല്പിക്കാം. പിന്നെ പാത്രം പോലെ സങ്കല്പിക്കാൻ 4 എണ്ണം ബൗളിൽ വരും, 3 എണ്ണം ഹാൻഡിൽ വരും. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇത് സങ്കല്പിച്ചിരുന്നത്. മൂവ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് അറൗണ്ട് ദി പോൾ സ്റ്റാർ. പോൾ സ്റ്റാറിന് അറൗണ്ട് ആയിട്ട് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇത് മൊത്തം എല്ലാ സ്റ്റാറുകളും ഒരേപോലെയാണ് മൂവ് ചെയ്യുക. നോട്ട് വിസിബിൾ ഫ്രം സം പോയിന്റ്സ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ ഇവിടെ സപ്തർഷി എന്ന് പറഞ്ഞാൽ 7 മുനിമാർ എന്നൊക്കെയാണ്. ഇതിൻ്റെ ഈ പൊസിഷൻ മാറാത്തതുകൊണ്ട് മുനി എന്ന് പറഞ്ഞാൽ അറിയില്ല, മഹർഷിമാർ, ആ ഒരു പേരിൽ നിന്നാണ് വന്നത്. ഗ്രേറ്റ് ബിയർ എന്ന് പറയുന്ന ടീം കൊടുക്കുന്ന കരടിയുടെ ചിത്രം കണ്ടില്ലേ, അപ്പോൾ അവർ സങ്കല്പിച്ചിട്ടുള്ള രൂപമാണ് ഗ്രേറ്റ് ബിയർ. പോൾ സ്റ്റാർ അറൗണ്ടായിട്ട് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഉർസ മേജറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ഒറിയനാണ്. ഹണ്ടർ എന്നും കൂടെ പേരുണ്ട് ഒറിയന്. വി ക്യാൻ സീ during winter in the late evening one of the most magnificent constellation in the sky. നമുക്ക് ആകാശത്ത് കാണുന്ന വിൻ്റർ സീസണിലാണ് ഇത് കാണുക. അതേപോലെ ലേറ്റ് ഈവനിങ്ങിലാണ്. മോസ്റ്റ് മാഗ്നിഫിഷ്യൻ്റ് കോൺസ്റ്റലേഷൻ ഇൻ ദി സ്കൈ ഇൻ ദി വിൻ്റർ സീസൺ. അതാണ് ഒറിയൻ എന്ന് പറയുന്നത്. കാരണം 7 or 8 ബ്രൈറ്റ് സ്റ്റാർ, 7 അല്ലെങ്കിൽ 8 ബ്രൈറ്റ് സ്റ്റാറുകൾ ഉണ്ടാവും. ഇതിനെ നമ്മൾ ഹണ്ടർ എന്നും കൂടെ വിളിക്കും. പറഞ്ഞല്ലോ, ഹണ്ടർ എന്നുള്ള പേര് കൂടെ ഇതിന് ഉണ്ട്. ഇതിൽ 3 മിഡിൽ സ്റ്റാർസിന് ബെൽറ്റ് ഓഫ് ദി ഹണ്ടറിൻ്റെ ബെൽറ്റായിട്ട് സങ്കല്പിക്കും. അതേപോലെ 4 ബ്രൈറ്റ് സ്റ്റാർ അപ്പിയേഴ്സ് അറേഞ്ച്ഡ് ഇൻ ഫോം ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. ഒരു ക്വാഡ്രിലാറ്ററലായിട്ട് ബാക്കിയുള്ള 4 സ്റ്റാറും. അങ്ങനെ മൊത്തം 7 സ്റ്റാർ അല്ലെങ്കിൽ 8 സ്റ്റാർ വെച്ചിട്ടാണ് ഈ കോൺസ്റ്റലേഷൻ, ഒറിയൻ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
മനസ്സിലായല്ലോ? അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓറിയൻ്റെ 7 സ്റ്റാറുകളാണ്. ഇപ്പം ഇതിൻ്റെ രൂപം ഞാൻ പറഞ്ഞതുപോലെ ഒരു വേട്ടക്കാരൻ്റെ രൂപമായിട്ടാണ് ഇവർ സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വേട്ടയുമായി ബന്ധപ്പെട്ട ജീവിക്കുന്ന ഒരു സമൂഹം, അവരും പേര് നൽകിയതായതുകൊണ്ട് വേട്ടക്കാരൻ്റെ രൂപം ഹണ്ടർ എന്നുള്ള പേരിൽ അവർ കൊടുത്തു. ഇനി അടുത്തൊന്നുള്ളത് സിറിയസ് ആണ്. ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ ദി സ്കൈ, ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറാണ് നമ്മൾ കാണുന്ന, സൂര്യൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റിയതാണ്. ലൊക്കേറ്റഡ് ക്ലോസ് ടു ദി ഓറിയനോട് ക്ലോസ് ആയിട്ടാണുള്ളത്. ഇഫ് യു ഇമാജിൻ എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം മിഡിൽ സ്റ്റാർസ് ഓഫ് ദി ഓറിയൻ ടുവാർഡ്സ് ഈസ്റ്റ് വി ക്യാൻ ലൊക്കേറ്റ് സിറിയസ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതാണ്. ഈ 3 എണ്ണമാണ് നമ്മളെ വേട്ടക്കാരൻ്റെ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നേരെ നമ്മൾ എന്ത് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിറിയസിലേക്ക് കിട്ടും. ഒരു സ്ട്രൈറ്റ് ലൈനിൽ നമുക്ക് വരച്ചാൽ സിറിയസിലേക്ക് എത്തും. ഇതാണ് മറ്റൊരു സ്റ്റാർ. ഇനി കാസിയോപ്പിയ എന്ന് പറയുന്നത് വേറൊരു കോൺസ്റ്റലേഷനാണ്. ഇൻ ദി നോർത്തേൺ സ്കൈ വിസിബിൾ ഇൻ വിൻ്റർ ഇൻ ദി ഏർലി പാർട്ട് ഓഫ് ദി നൈറ്റ് ലുക്സ് ലൈക്ക് എ ഡിസ്റ്റോർട്ടഡ് ലെറ്റർ W or M. ഒരു M അല്ലെങ്കിൽ W, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു MW നമുക്ക് ഇതിൽ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ വേറെയും കുറേ കോൺസ്റ്റലേഷൻസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള നേരെയുള്ള W അങ്ങനെ ഒരു രൂപമാണ് കാസിയോപ്പിയക്ക് സങ്കല്പിച്ചിട്ടുള്ളത്. ഒരു കോൺസ്റ്റലേഷന് സാധാരണ 5 or 10 സ്റ്റാറുകളൊന്നുമല്ല ഉണ്ടാവുക, കുറേ അധികം സ്റ്റാറുകൾ ഉണ്ടാവും. പക്ഷെ നമുക്കതിൽ ബ്രൈറ്റ് സ്റ്റാർ മാത്രമേ നമ്മളെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഈ ഇതൊന്നും എന്തല്ല ഒരേ ഡിസ്റ്റൻസിലോ ഒരേ ലൈൻ ഓഫ് സൈറ്റിലോ ഒന്നും അല്ല ഉള്ളത്. ഈ ഇതിലുള്ള ഒരു കോൺസ്റ്റലേഷനുള്ള 2 or 3 സ്റ്റാറുകൾ തമ്മിൽ പ്രകാശവർഷങ്ങളുടെ അകലങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ലൈൻ ഓഫ് സൈറ്റ്, നമുക്കൊരു കാഴ്ചയിൽ ഒരേപോലെ തോന്നും എന്ന് മാത്രം. ഇതൊക്കെ എത്രയോ ദൂരെയുള്ള എത്രയോ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാറുകളാണ് ഈ കോൺസ്റ്റലേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോളാർ സിസ്റ്റമാണ്. മുമ്പ് നിങ്ങൾ പല സ്ഥലങ്ങളും പഠിച്ച സാധനമായിരിക്കും സോളാർ സിസ്റ്റം, അല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലത്തും വായിച്ചും മറ്റൊക്കെ അറിഞ്ഞ സാധനമാണ് സോളാർ സിസ്റ്റം. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് സോളാർ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് നോക്കുന്നില്ല. ദ സൺ ആൻഡ് സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് റിവോൾവ് അറൗണ്ട് ഇറ്റ് ഫ്രോം ദി സോളാർ സിസ്റ്റം. സൂര്യനും അതിനെ ചുറ്റുന്ന സെലസ്റ്റിയൽ ബോഡീസും, അതിൽ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, മറ്റു കുറേ ഒബ്ജക്റ്റുകൾ എല്ലാം ഉൾപ്പെടും. അതെല്ലാം കൂടെയാണ് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ബോഡീസ് സച്ച് ആസ് പ്ലാനറ്റ്സ്, കൊമറ്റ്സ്, ആസ്ട്രോയിഡ്സ് ആൻഡ് മീറ്റിയോസ്. ധാരാളം ഒബ്ജക്റ്റുകളുണ്ട്. ഈ സൂര്യനും അതേപോലെ ഈ ഒബ്ജക്റ്റുകളും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഇതിനെങ്ങനെ ഒരുമിച്ച് നിർത്തുന്നതും ചുറ്റും കറക്കുന്നതും. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഭൂമി സൂര്യനും ചുറ്റും കറങ്ങുന്നത്. മനസ്സിലായല്ലോ? ഇതേപോലെ ഓരോ ഒബ്ജക്റ്റും സൂര്യനും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് അവ പരസ്പരം ഇങ്ങനെ കറങ്ങുന്നത്. ഇതൊക്കെ നമുക്ക് മുമ്പ് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. There are 9 planets in the solar system. നമുക്ക് അറിയാവുന്നതാണ് 9 പ്ലാനറ്റുകളുടെ: മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. പ്ലൂട്ടോ ഇടക്കാലത്ത് നമ്മൾ ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്ലൂട്ടോ ഗ്രഹങ്ങളുടെ പട്ടികകളിലേക്ക് ഉൾപ്പെടുത്തി. അപ്പം ഇങ്ങനെ 9 ഗ്രഹങ്ങൾ, 9 പ്ലാനറ്റ്സ് ആണ്. അതിൻ്റെ ഓർഡറാണ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. All these 9 planets are revolving around the sun in a fixed circular path. These paths are called orbit. ഈ 9 ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഓർബിറ്റ്. The time taken to complete one complete revolution is called period of revolution. ഒരു തവണ പൂർണ്ണമായി കറങ്ങി തീരാൻ വേണ്ടി എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പീരിയഡ് ഓഫ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ് പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓൾസോ ഇൻക്രീസസ്. സൂര്യന് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന ടൈം, സൂര്യനിൽ നിന്ന് എത്ര ദൂരം കൂടുന്നു അത്രയും ആ സമയവും കൂടും. ഭൂമി 365 ദിവസം കൊണ്ട് സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ മാർസിനത് പോരാ.
ജൂപ്പിറ്ററിന് അതിലും കൂടുതൽ വേണം, പ്ലൂട്ടോക്ക് അതിലൊക്കെ വളരെ കൂടുതൽ വേണം, മെർക്കുറിക്ക് അതിലും കുറച്ച് സമയം മതി. ഇതിനാണ് നമ്മൾ പീരിയഡ് ഓഫ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് 9 ഗ്രഹങ്ങൾ, അവയുടെ പീരിയഡ് ഓഫ് റെവല്യൂഷൻ. ഇപ്പം നമുക്കിനി പഠിക്കാനുള്ളതാണ്. ഓരോ ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും, അതിൻ്റെ എല്ലാ പ്രത്യേകതകളും നമ്മൾ നോക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.